ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് കെട്ടോടി കണ്ടാലോ. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പ്രഹസനം ഒന്ന് കൂട്ടിക്കോ. എന്തായാലും ഇന്ന് അത് മൊത്തത്തിലിട്ടങ്ങ് സെറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിലുള്ള പ്രൈമറും സ്ട്രോപ്പ് ക്രീമും ഫൗണ്ടേഷനും ഒക്കെ ഇട്ടതാ ഫേസ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഐഷാഡും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മെയിൻ ആയുധം കൈ തന്നെയാണ് കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യുന്ന അത്ര ഒരു തൃപ്തി ഒരു സ്പഞ്ച് വെച്ചിട്ടും ബ്രഷ് വെച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇത് എൻ്റെ ഇപ്പോൾ ഐബ്രോയുടെ പാലറ്റാട്ടോ. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇത് അവൾ താഴെയിട്ടൊന്ന് പൊട്ടിച്ചതാട്ടോ. ഞാൻ കാണാണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ. അപ്പോൾ എന്തായാലും അത് തൽക്കാലം അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതാ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. നോർമൽ ഐലൈനർ വെച്ചിട്ട് തന്നെ ആട്ടോ എഴുതണേ. ഐ പെൻസിൽ നോക്കുന്ന സമയത്ത് അതും കാണാനില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾ എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ശക്തമായ സംശയം. അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം അതും ഐലൈനർ വെച്ച് സെറ്റ് ചെയ്തു. കുറച്ച് മസ്കാരയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഡാർക്ക് ഷെയ്ഡ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ആദ്യമായിട്ട് വാങ്ങിയതാട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അതിന് മാച്ചായിട്ടുള്ളൊരു ലിപ് ലൈനറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയിട്ടോ. നമ്മളെ മിക്ക സ്കിൻ ടോണുകാർക്കും ചേരുന്നൊരു കളറാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ബ്ലഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കവളത്തും ഇച്ചിരി മൂക്കിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്നെ കാണാൻ കുറച്ചും കൂടി ഇഷ്ടമാട്ടോ. അങ്ങനെയല്ല ഒരു ഭംഗിയാണ്. പക്ഷെ പുറത്ത് നോർമലായിട്ട് പോകുമ്പോഴും നമ്മളത് യൂസ് ചെയ്യൂല. അത്രയ്ക്ക് കോൺഫിഡൻസ് ഒക്കെ എത്തിയിട്ടില്ല. അപ്പോൾ നോട്ട് ദ പോയിൻറ്റ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് ഗൈസ്, സെറ്റിംഗ് സ്പ്രേ. അപ്പോൾ അതും കൂടി കുറച്ച് അധികം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വന്നാലോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാട്ടോ. അപ്പോൾ ഒരു സ്കേർട്ടും ഒരു ഷോർട്ട് ടോപ്പും കൂടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ വാങ്ങിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആട്ടോ. ജസ്റ്റ് ഇതും കൂടി വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മെയിനാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ചെയ്യുമ്പോൾ ശരിയാവും, ചില സമയത്ത് ചെയ്യുമ്പോൾ ശരിയാവില്ല. പക്ഷേ ഇന്ന് എനിക്കിത് ശരിയായില്ല ഗൈസ്. അതെ, ഇന്ന് എനിക്കത് സെറ്റായി വന്നിട്ടില്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുത്തപ്പൻ്റെ അവിടെ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള കുറച്ച് കുപ്പികളാണ് കേട്ടോ. അത് ഇതിന് മാച്ച് ആവുന്നുണ്ടെന്ന് തോന്നിയോണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അപ്പോൾ ഇനി ഞാൻ ഇത് ലേറ്റസ്റ്റായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ലേറ്റസ്റ്റ് അല്ല, ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ഓർണമെൻ്റാണ്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.